റോഡിൻ്റെ ആരംഭം മുഴുവൻ കണ്ടകടച്ചാണി കുറവിക്കുന്ന കുറേ കടകളും പട്ടിണി പാവങ്ങളായിട്ട് ഫുഡ് കണ്ടിട്ടില്ലാത്ത പോലത്തെ കുറേ ആൾക്കാരും. ഇതാണ് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാശും കൊള്ളാത്ത ആഹാരം മേടിച്ച് വെട്ടി വിഴുങ്ങും. അതെന്ത് മണ്ണാങ്കട്ടയാളും വിഴുങ്ങും. ഇതെന്തും ആയിക്കോട്ടെ, ഈ റോഡരമ്പ് കൊണ്ട് എനിക്ക് പലപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് പേടി വരുത് കണ്ടുകഴിയുമ്പോൾ. ഒരു കാറ് റോഡ് അരമ്പിലുള്ള MC റോഡ് അരമ്പിലുള്ള തട്ടുകളെ ഇടിച്ചു കയറി. ഞാൻ കാണുന്ന കാഴ്ച, രണ്ട് ചേച്ചിമാർ, ഒരാൾ കാറിനോട് ചേർന്ന് തന്നെ സ്കൂട്ടറും ബൈക്കും എല്ലാം അവിടെ ഇടിച്ച് കിടക്കുന്നു. ഒരു ചേച്ചി ഇപ്പറേ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു സ്ത്രീ, ഒരു ഹസ്ബൻഡിനെ, പുള്ളിക്ക് ഒരു 10-15 വയസ്സുമായിരിക്കും, ചോരയെ കുളിച്ച് നിൽക്കുന്നു. ചോരയെ കുളിച്ച് എൻ്റെ ചേട്ടനെ ഒന്ന് രക്ഷിക്കുക, കാലം കൊണ്ടുപോകും, കരയുക ചേച്ചി കിടന്നുണ്ട്. അലറി കരയോ കിടന്നുണ്ട്. എനിക്ക് മനസ്സിലാകാത്തത്, ജീവിക്കാൻ വേണ്ടിയാണ് എല്ലാവരും ഓരോന്നും ചെയ്യുന്നത്. എന്ത് കാര്യത്തിൽ ഈ ഒരു നിയമമോ ഒരു കോപ്പോ ഒരു ഇതുമില്ലാതെ ഈ റോഡ് അരമ്പിൽ MC റോഡിനരികെ അല്ലെ ഈ ഹൈവേക്കരികിൽ ഈ റോഡിൻ്റെ അരമ്പിനോട് ചേർന്ന് ഈ കണ്ട മറ്റേ വജിക്കട ഇല്ലാത്ത കടകളില്ല. ഇവിടെ എല്ലാം ഒന്ന് വീട്ടിൽ ഫുഡ് ഉണ്ടാക്കാത്ത പോലത്തെ ജനത്തിരക്കും. വീട്ടിൽ വല്ല ഉണ്ടെങ്കിലും കഴിക്കത്തില്ല, ഇവിടുന്ന് കഴിക്കത്തുള്ളൂ. എണ്ണയുടെ കാര്യമെല്ലാം ഇവിടെ എനിക്ക് സഹിക്കാൻ പറ്റാതെ ഈ ചോരയെ കുറിച്ച് ആ ആൾക്കാരിയ്ക്കുന്നു. എനിക്കറിയാം, വേദന സഹിക്കണ്ടേ, എല്ലും മുറിയുന്ന ചോര. എനിക്ക് പറയാൻ അറിയത്തില്ല. എനിക്ക് എന്ത് കാര്യത്താണ് ഈ റോഡിൻ്റെ അരമ്പിൽ കൊണ്ട് ഈ കുന്തമെല്ലാം കൊണ്ട് ഉണ്ടാക്കി വെക്കുന്നത്? കുറേ ബജിയും പരിപ്പുവടയും മറ്റേ വടയും ആ വട ഈ വട, വീട്ടിലൊന്നും ഉണ്ടാക്കാതെ നമ്മുടെ ആരെയും വീട്ടിൽ ചായയും കാപ്പിയും കുന്തമൊന്നും ഉണ്ടാക്കുന്നില്ല ഒന്നും. എന്തുവാ ഇത്? ഈ റോഡരമ്പിൽ കൊണ്ടുള്ള ഈ വെപ്പ് ഇനിയെങ്കിലും നിർത്തണം. അതായത് ഇത് ചെയ്യേണ്ടത് ഗവൺമെൻറ്റാണ്. വേറെ ചിലവില്ല, വാടകയിലൊന്നുമില്ല, ആയിക്കോട്ടെ. എല്ലാവരും ഈ പറഞ്ഞ രണ്ടറ്റം മുട്ടിക്കാൻ തന്നെയാണ് ഇതെല്ലാം എല്ലാം ചെയ്യുന്നത്. അതിനൊന്നും ആരും ഒന്നും പറയുന്നില്ല. പക്ഷേ ഈ ഇതൊക്കെ ഒന്നിനും ഒരു കറക്റ്റായ കാര്യങ്ങളല്ലാതെ ചുമ്മാ തോന്നിവാസം എന്തൊക്കെയോ ചെയ്യുന്ന ഒരു നാട്. ഇത് നേരിട്ട് കണ്ടുകൊണ്ടാണ് ഈ പറയുന്നത്. എനിക്കറിയത്തില്ല. ഒരു വഴിക്ക് പോകാൻ ഇറങ്ങിയതാണ്. വരുന്ന വഴിക്ക് കണ്ട കാഴ്ചയത് എൻ്റെ വീട് തൊട്ടടുത്ത് തന്നെ. ഒരു കാര്യമില്ല. അപ്പം ഒരു 3 മണിക്ക് ശേഷം വൈകിട്ട് 10 മണി 11 മണി വരെ ഇത് തന്നെ റോഡിൻ്റെ ആരംഭം മുഴുവൻ കണ്ടകടച്ചാണി കുറവിക്കുന്ന കുറേ കടകളും പട്ടിണി പാവങ്ങളായിട്ട് ഫുഡ് കണ്ടിട്ടില്ലാത്ത പോലത്തെ കുറേ ആൾക്കാരും. ഇതാണ് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാശും കൊള്ളാത്ത ആഹാരം മേടിച്ച് വെട്ടി വിഴുങ്ങും. അതെന്ത് മണ്ണാങ്കട്ടയാളും വിഴുങ്ങും. ഇതെന്തും ആയിക്കോട്ടെ, ഈ റോഡരമ്പ് കൊണ്ട് എനിക്ക് പലപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് പേടി വരുത് കണ്ടുകഴിയുമ്പോൾ.